അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എല്ലാവരോടും സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റമദാൻ മാസവും ലഹരിയും ഏകദേശം ഒരേ സമയത്താണ് വന്നത് എന്നതുപോലെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലഹരിയേക്കാൾ വലിയ ഒരു ലഹരിയെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ലഹരി കൊണ്ട് എന്തെല്ലാം വിപത്തുകൾ ഉണ്ടാകും എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടോ, അത്തരം ദുരന്തങ്ങളൊക്കെ ഈ സംഗതികൾ കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഅദാ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വ അനിസ് സ്വലാ. നിങ്ങൾക്കിടയിൽ പരസ്പരം ശത്രുതയും വൈരാഗ്യവും സൃഷ്ടിക്കുവാൻ ആണ് പിശാചി ലഹരിയിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്നും നിസ്കാരത്തിൽ നിന്നും അത് നിങ്ങളെ തടയുകയും ചെയ്യും. നമ്മുടെ ഒരു കൂടപ്പിറപ്പിനെ പോലെ ചിലപ്പോൾ നമ്മുടെ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും ഭാര്യയെക്കാളും ഭർത്താവിനേക്കാളും ഒക്കെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒന്നാണ്, നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒന്നാണ് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ. സാമൂഹിക മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഇല്ലാത്തവരും അത് ഉപയോഗിക്കാത്തവരും അത് ഏതെങ്കിലും നിലക്ക് പ്രയോജനപ്പെടുത്താത്തവരും നമ്മുടെ കൂട്ടത്തിൽ കുറവാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും വിപുലീകരിക്കണമെന്നും ശുദ്ധമാക്കണമെന്നും വളരെ കർശനമായി ഗൗരവത്തോടെ നമ്മൾ തീരുമാനിച്ച് പണിയെടുത്ത് മുന്നോട്ട് പോകുന്ന ഈ പരിശുദ്ധ റമദാനിൽ സോഷ്യൽ മീഡിയ രംഗത്തെ നമ്മുടെ ഇടപാടുകൾ, മൊബൈൽ ഫോണുകളുമായി ബന്ധപ്പെട്ട നമ്മുടെ കൃത്യമായ അതിൻ്റെ പ്രയോഗങ്ങൾ, അതിനെക്കുറിച്ച് ഒരു ഓഡിറ്റിങ് നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ റമദാൻ വരും പോകും, നമ്മുടെ ജീവിതത്തിൽ പല തിന്മകളും അവിടെ തന്നെ അവശേഷിക്കും എന്നതാണ് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ വിപ്ലവമായി കടന്നു വന്നിട്ടുള്ള ഒരു ഉപകരണമാണ് മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റും ഒക്കെ പറയുന്നത്. അത് എല്ലാ കാര്യങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ അതിൻ്റെ ഗുണവും ദോഷവും എല്ലാ കാര്യങ്ങളും ഉള്ളതുപോലെ ഇതിൽ കണ്ടെത്താൻ കഴിയും. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ അനിയന്ത്രിതമായ ഉപയോഗം നമ്മളെ വലിയ വിപത്തുകളിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇപ്പോൾ ലഹരിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് കുട്ടികളെ, പുതിയ തലമുറയെ, ന്യൂ ജനറേഷനെ ഒക്കെയാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ പറയുമെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ അഡിക്ഷൻ അത് വലിപ്പ ചെറുപ്പമില്ലാതെ ചെറിയവരെയും കുട്ടികളെയും മാത്രമല്ല മുതിർന്നവരെയും വൃദ്ധന്മാരെയും കാരണവന്മാരെയും ഒക്കെ ഒരുപോലെ ബാധിക്കുന്ന ഒരു വലിയ ദുരന്തമാണ്. പണ്ടൊക്കെ നമ്മളൊരു തിന്മ ചെയ്യണമെങ്കിൽ, ഒരു വൃത്തികേട് കാണണമെങ്കിൽ, ഒരു മോശമായ ഒരു പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിക്കണമെങ്കിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് പോകണമായിരുന്നു. ഇന്ന് നമ്മുടെ വീട്ടിനകത്തേക്ക് കയറി വന്ന് നമ്മൾക്ക് സൗകര്യമുള്ള റൂമിൽ നാമും മൊബൈലും മാത്രം ഒറ്റക്കായി നിൽക്കുന്ന രംഗങ്ങളിൽ നമുക്ക് എന്തും ചെയ്തു കൂട്ടാമെന്ന് പറയുന്ന, എന്തും കാണിച്ചു കൂട്ടാമെന്ന് പറയുന്ന, എന്തും നമുക്ക് ദർശിക്കാമെന്നും വീക്ഷിക്കാമെന്നും ഒക്കെ സാധിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് തിന്മകളോട് വിട പറയുവാനും ജീവിതത്തിൽ പുതിയ ഒരുപാട് നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും ഒക്കെ സാധിച്ചിട്ടുള്ള നമുക്ക് ഈ വിഷയം ഇസ്ലാമികമായ ഒരു ഓഡിറ്റിങ്ങിലൂടെ കൃത്യമായ അതിൻ്റെ ഉപയോഗവും അതിൻ്റെ നാശവും കൃത്യമായി നമ്മൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും വലിയ ആപത്തിൽ ചെന്നുപെടും. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി വിരോധിച്ചിട്ടുള്ള ഒരുപാട് തിന്മകളുണ്ട്. ആ തിന്മകൾ പലതും നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരികയാണ്, അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ കടന്നു വരികയാണ്. ഒരു മുസ്ലിമിൻ്റെ സ്വഭാവം എന്താണ് എന്ന് മഹാനായ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വ യദിഹി. നമ്മളുടെ കൈ കൊണ്ടും നമ്മുടെ നാവ് കൊണ്ടുമുള്ള ഉപദ്രവത്തിൽ നിന്ന് മറ്റു മുസ്ലിങ്ങളൊക്കെ രക്ഷപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് ഒരാൾ മുസ്ലിം ആവുക എന്നാണ്. നമ്മൾ മുസ്ലിമായി തീരണമെങ്കിൽ നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. എത്ര കുടുംബങ്ങളാണ്
ഈ മൊബൈൽ ഫോണിൻ്റെ വലയത്തിൽപ്പെട്ട് അതിൻ്റെ ചതിക്കുഴിയിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്? എത്രയെത്ര വിവാഹ ബന്ധങ്ങളാണ് ശിഥിലമായിട്ടുള്ളത്? എത്ര മനുഷ്യർക്ക് തമ്മിലാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഛിദ്രതയും വഴക്കും ആരംഭിച്ചിട്ടുള്ളത്? എത്ര ആളുകൾക്കിടയിലാണ് ഇതിൻ്റെ വലിയ ദുരന്തം ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, നമ്മളുടെ ഓരോ നിമിഷവും നാളെ റബ്ബിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ അതിനെ നിയന്ത്രണ വിധേയമാക്കിയിട്ടില്ലെങ്കിൽ, നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരവും നമ്മളെടുക്കുന്ന ആരാധനാ കർമ്മങ്ങളും നമ്മളുടെ വ്രതാനുഷ്ഠാനവും ദാനധർമ്മങ്ങളും ഒക്കെ പലപ്പോഴും വൃഥാവിലായി പോകുമെന്ന് നമ്മൾ ഭയപ്പെടണം. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് കൃത്യമായി അറിവില്ലാത്ത ഒരു കാര്യം നീ പ്രചരിപ്പിക്കരുത്. അത് ഇസ്ലാമിൻ്റെ സന്ദേശമാണ്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലൊക്കെ വരുന്ന പല മെസ്സേജിൻ്റെ കോലം എന്താണെന്ന് ചോദിച്ചാൽ, വായിച്ചിട്ടില്ലെങ്കിലും പ്രചരിപ്പിക്കുക എന്നാണ്, ഷെയർ ചെയ്യുക, ഇത് പരമാവധി പേരിലേക്ക് എത്തിക്കുക. സുനിത വില്യംസ് മുസ്ലിമായി എന്നാണ് ഇപ്പം ഏറ്റവും പുതിയ സാധനം പഠിപ്പിക്കുന്നത്. അവരിങ്ങനെ ബഹിരാകാശത്ത് പോസ്റ്റായി കിടന്ന സമയത്ത് അവർക്കിങ്ങനെ വഹി ഇറങ്ങിയെന്നും അവർക്ക് ഹിദായത്ത് കിട്ടിയെന്നും അവർ നോമ്പെടുക്കാൻ തുടങ്ങിയെന്നും അവർ ഇത്തിക്കാഫ് ഇരിക്കാൻ തുടങ്ങിയെന്നൊക്കെയാണ്. അള്ളാഹിൻ്റെ ദീനിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ദീനീ പ്രചരണത്തിൻ്റെ പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒരു നിലക്കും പ്രചരിപ്പിക്കരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിങ്ങളുടെ ഓരോ അവയവങ്ങളും ആ അവയവങ്ങൾ എന്തു ചെയ്തു എന്നുള്ളത് നാളെ റബ്ബിൻ്റെ മുമ്പിൽ കൃത്യമായി നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഇന്ന സമഅ നിങ്ങളുടെ കാത്, വൽ ബസറ നിങ്ങളുടെ കണ്ണ്, വൽ ഫുആദ നിങ്ങളുടെ ഹൃദയം, അതുകൊണ്ട് എന്തൊക്കെ നിങ്ങൾ ചെയ്തു എന്ന് നാളെ റബ്ബിൻ്റെ മുമ്പിൽ എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ജാഅകും ഫാസിഖും ബിനബൈൻ, ആരെങ്കിലും വല്ല വാർത്തയുമായി വരുമ്പോഴേക്കും നിങ്ങൾ അതിൻ്റെ അടിസ്ഥാനമോ നിജസ്ഥിതിയോ യാഥാർത്ഥ്യമോ ബോധ്യപ്പെടാതെ നിങ്ങൾ അത് പ്രചരിപ്പിക്കരുത്. ഫതബയ്യനു, നിങ്ങൾ കൃത്യമായി അന്വേഷിക്കണം. അതിൻ്റെ റിയാലിറ്റി, അതിൻ്റെ ഫാക്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ, നിങ്ങളുടെ അറിവുകേട് കൊണ്ട് അവിവേകം കൊണ്ട് ഒരു സമൂഹത്തിന് മുഴുവനും വലിയ അബദ്ധം സംഭവിക്കും, വലിയ കുഴപ്പങ്ങൾ സംഭവിക്കും. ഫതുസ്ബിഹു അലാ മാ ഫഅൽതു നാദിമീൻ, അവസാനം കയ്യിൽ നിന്ന് പോയ ഈ സാധനം പിന്നെ തിരിച്ചിട്ടില്ല. ഇത് ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക്, കുടുംബങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക്, നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് ഇത് പ്രചരിക്കും. അവസാനം ഇത് പടച്ചുവിട്ട ആള് അയാൾ അതിൻ്റെ എല്ലാ കുറ്റവും നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഏറ്റെടുക്കേണ്ടി വരും. നമ്മൾ കാരണം ഒരു വ്യാജ വാർത്ത നമ്മൾ പ്രചരിപ്പിച്ചു, അത് ഇങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരിലേക്ക് എത്തും. എത്ര ആളുടെ അടുത്ത് പോയി നമുക്ക് പൊരുത്തപ്പെടിക്കാൻ പറ്റും? ആരുടെ കയ്യിൽ എത്തിയത് എങ്ങനെ നമുക്ക് അറിയും? നമ്മൾ നേരിട്ട് ഇത് പലപ്പോഴും ഇതിൻ്റെ വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് വലിയ പരിചയമില്ലാത്ത ഒന്നാണ് മൊബൈൽ ഫോൺ. മക്കൾ ഗൾഫിലൊക്കെ പോയി ഒന്ന് തിരിച്ചു വരുമ്പോൾ ഒരു സമ്മാനമായിട്ട് കൊടുത്തതാണ്. ബാപ്പ ഒന്ന് സന്തോഷിച്ചോട്ടെ വിചാരിച്ചിട്ട്. ആ മൊബൈൽ ഫോണും ബാപ്പയും അതോടുകൂടി എൻഡ് ഓഫ് ദി സ്റ്റോറി നമ്മൾ പറയില്ല, കഥ കഴിഞ്ഞു എന്നാണ്. പിന്നെ നിസ്കാരമില്ല, നോമ്പില്ല, ദീനീ പരിപാടികളില്ല, ഫുൾ ടൈം വാട്സപ്പിൽ എത്തിക്കാതിരിക്കുകയാണ്. ഇത് തുറക്കുമ്പോഴൊക്കെ ഇതിൽ തോന്നിവാസമാണ് വരുന്നത് ചില ആൾക്കാർ പറയുന്നത്. ഇതിൽ അങ്ങനെ തോന്നിവാസമൊന്നും വരില്ല. അത് നമ്മളുടെ അൽഗോരിതം അനുസരിച്ചാണ്, നമ്മളുടെ താല്പര്യം അനുസരിച്ചാണ് ഇതിൽ കാര്യങ്ങൾ വരുന്നത്. നമ്മൾ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണോ ഇതിൽ കൂടുതൽ കാണുന്നത് അതിനനുസരിച്ച് ഇതൊരു വ്യവസായമാണ്, ഇത് വലിയൊരു വിപണിയാണ്. അപ്പോൾ നമുക്ക് എന്താണ് താല്പര്യം? നമുക്ക് ചെരുപ്പാണ് താല്പര്യമെങ്കിൽ ചെരുപ്പുമായി ബന്ധപ്പെട്ട കാര്യം വരും. നമുക്ക് വൃത്തികെട്ട കാര്യങ്ങളാണ് താല്പര്യം, അതുമായി ബന്ധപ്പെട്ട കാര്യം വരും. നമുക്ക് ഡ്രസ്സാണ് താല്പര്യം, ഡ്രസ്സുമായി ബന്ധപ്പെട്ട കാര്യം വരും. നമുക്ക് വിദ്യാഭ്യാസമാണോ, സയൻസ് ആണോ, ടെക്നോളജി ആണോ, നമുക്ക് മാർക്കറ്റിംഗ് ആണോ, ഷെയർ ആണോ, എന്താ താല്പര്യമുള്ളത് അതുമായി ബന്ധപ്പെട്ടത് വരും. അപ്പം നമ്മളോ നമ്മുടെ വീട്ടിലുള്ള വേറെ ആരെങ്കിലും ഒക്കെയോ അത് റോങ് റൂട്ടിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മളിത് തുറക്കുമ്പോൾ ഇതിനകത്ത് അപകടങ്ങൾ വരുന്നത് എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആരെങ്കിലും ഒരാൾ, നമുക്ക് ദേഷ്യമുള്ള ഒരാൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ, എന്നാൽ ഞാൻ ഇപ്പോൾ തീരുമാനമാക്കി കളയാമെന്ന് കരുതിയിട്ട് നമ്മൾ ഒരു ലൈവ് ഫേസ്ബുക്കിലാണ് ചെയ്യണേ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ പരിചയമുള്ള മറ്റേ സംഘടനയിൽപ്പെട്ട മറ്റേ പാർട്ടിയിൽപ്പെട്ട ഒരു വ്യക്തി, അവനോടുള്ള ഒരു ചെറിയ മറുപടി മാത്രമാണ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ ഇവനല്ലാത്ത നാട്ടുകാർ മൊത്തം കേൾക്കും, ആയിരങ്ങൾ ഇത് കേൾക്കും. ഇതിൻ്റെ ദുരന്തം എന്താണ്, ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്, ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന ഒരു കൃത്യമായ അവയർനെസ് ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ ഇതുകൊണ്ട് വലിയ ദുരന്തം ഉണ്ടാവുന്നത്. ഇതിങ്ങനെ മലർക്കെ തുറന്നിട്ടിട്ട് ഇത് പരസ്യമായി ഇതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. വീട്ടിലുള്ള ചെറിയ കുട്ടികൾ വരെ ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിൽ നിന്ന് തർബിയത്ത് കിട്ടി നന്മ പഠിച്ച് തിന്മ ഒഴിവാക്കി നന്മയിലൂടെ പോകേണ്ട കുട്ടികൾ
വീട്ടിലെ തലമുതിർന്ന കാരണവന്മാരിൽ നിന്ന് തെറ്റുകളും തിന്മകളൊക്കെ പഠിക്കുവാൻ വരെ സഹായകമാകുന്ന ഹേതുവാകുന്ന തരത്തിലേക്ക് സോഷ്യൽ മീഡിയ രംഗത്തെ നമ്മളുടെ അറിവില്ലായ്മയോ നമ്മുടെ അനിയന്ത്രിതമായ ഉപയോഗമോ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തോടെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം നമുക്ക് ഒരു കാലത്തോ ഇന്ന് മുക്തമാകാൻ കഴിയുന്നില്ലെങ്കിൽ അതിനാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം കള്ള് കുടിക്കാനോ ലഹരി ഉപയോഗിക്കാനോ നമ്മൾ പോകുന്നില്ല. പക്ഷേ മൊബൈൽ ഫോൺ ഇല്ലാതെ, നെറ്റ് ഇല്ലാതെ, മൊബൈൽ ഡാറ്റ ഇല്ലാതെ നമുക്ക് ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. എങ്കിൽ അത് അഡിക്ഷനാണ്. അങ്ങനെ ലഹരി ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാമിൽ ഹറാമാണ്. ഒരു കാര്യത്തെ നമ്മൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മളെ ഇങ്ങോട്ട് നിയന്ത്രിക്കുകയാണെങ്കിൽ അതിനകത്ത് വലിയ അപകടം പതിയിരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള കോമൺ സെൻസ്, ഇസ്ലാമികമായ ബോധം സഹോദരന്മാരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഞാനിത് പറയാനുള്ള കാരണം പുതിയ കാലത്ത് വന്ന ഒരു പുതിയ സംവിധാനമാണ്. പഴയ തലമുറക്ക് പലതും പരിചയമില്ലാത്ത കാര്യമാണ്. നമ്മൾ നിർദോഷമായി കരുതുന്ന പലതും ഇതുകൊണ്ട് വലിയ ദുരന്തങ്ങൾ ഉണ്ടാവും. എത്ര കുടുംബങ്ങളാണ് തല്ലിപ്പിരിഞ്ഞത്. വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, അലൂമിനൈ ഗ്രൂപ്പുകൾ. 1ാം ക്ലാസ്സിൽ ഒരു അലൂമിനൈ ഗ്രൂപ്പ്, 2ാം ക്ലാസ്സിൽ, LKG, UKG, 10ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളിലും കോളേജിലും ഒക്കെ ഗ്രൂപ്പാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ കൈമാറുകയാണ്. എന്നിട്ട് ഇവരുടെ ഭൂതകാല കുളിരിലുള്ള കഥകൾ ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിക്കുകയാണ്. ഇത് ആരൊക്കെ കേൾക്കും, ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഉമ്മാക്ക് അയക്കുന്ന മെസ്സേജ് മക്കളാണ് തുറന്നു നോക്കുന്നത്, ബാപ്പാക്ക് അയക്കുന്ന മെസ്സേജ് പേരക്കുട്ടികളാണ് തുറന്നു നോക്കുന്നത്. ഇതുകൊണ്ട് നാട്ടിൽ ഫിത്ന ഉണ്ടാവുകയാണ്. ഇതുകൊണ്ട് കുടുംബങ്ങൾ കലങ്ങുകയാണ്. ഇതുകൊണ്ട് മനുഷ്യർ തമ്മിൽ ശത്രുക്കളായി മാറുകയാണ്. ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ ഇത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നു, ഇവിടെ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലൊക്കെ വല്ല സംഘികളും പടച്ചുവിടുന്ന വീഡിയോ ആയിരിക്കും. ഇതിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്, ഇതിന്റെ ഉത്ഭവം എന്താണെന്ന് നമുക്കറിയില്ല. എന്നിട്ട് നമ്മൾ ഇതാ ഉത്തർപ്രദേശിൽ ഇതെങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഗുജറാത്തിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, കാശ്മീരിൽ ഇങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് മ്യാൻമാറിലോ ബർമയിലോ ശ്രീലങ്കയിലോ എവിടെയെങ്കിലൊക്കെ നടന്ന ഏതെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ട് അതിന്റെ മുമ്പിൽ ഇതാ BJP സർക്കാർ മുസ്ലിങ്ങളെ കൊല്ലാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു മെസ്സേജ് കിട്ടുമ്പോഴേക്ക് നമ്മളിത് നാട് മുഴുവനും പ്രചരിപ്പിക്കാൻ, ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി. ഇങ്ങനെ എന്തെല്ലാം ദുരന്തങ്ങളാണ് ഈ ഒരൊറ്റ ഉപകരണത്തിലൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നത് സഹോദരങ്ങളെ. നമ്മൾ ചെയ്യുന്ന നന്മ ഒരു ഭാഗത്തും ഈ സോഷ്യൽ മീഡിയയുടെ ശരിയല്ലാത്ത ഉപയോഗം കൊണ്ട് സംഭവിക്കുന്ന തിന്മകളും ദുരന്തങ്ങളും മറുഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും ഈ തിന്മകൾ നമ്മുടെ നിസ്കാരം കൊണ്ടുപോയേക്കാം, നമ്മുടെ നോമ്പ് കൊണ്ടുപോയേക്കാം, നമ്മുടെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വതക്കയും സക്കാത്തും കൊണ്ടുപോയേക്കാം എന്ന ഒരു ജാഗ്രത ഉണ്ടല്ലോ. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ, നമ്മളൊരു കാര്യം പറയുമ്പോൾ, നമ്മളൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ ഇതുകൊണ്ട് എന്താണ് എനിക്ക് ഉപകാരം എന്നെങ്കിലും മിനിമം ചിന്തിക്കണം. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് വിശ്വാസികൾ എന്നുള്ളതാണ് സത്യവിശ്വാസികളുടെ ലക്ഷണമായിട്ട് പറയുന്നത്. വല്ലദീന ലാ യശ്ഹദൂന സൂർ, അവർ ഒരിക്കലും വ്യാജമായ വാർത്തകൾക്ക് സാക്ഷി നിൽക്കുന്നവരല്ല. വൈദാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമ, അങ്ങനെ അനാവശ്യമായ വല്ല കാര്യങ്ങളും അവരുടെ അടുത്തുകൂടി വന്നു കഴിഞ്ഞാൽ മർറൂ കിറാമ, അതിനെ പരിഗണിക്കാതെ അവർ മാന്യന്മാരായി കടന്നു പോകുന്നവരാണെന്നാണ് സത്യവിശ്വാസികളെ കുറിച്ച് പറയുന്നത്. സഹോദരങ്ങളെ, ഇതുകൊണ്ട് തിന്മ മാത്രമാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. എത്ര പാവങ്ങളെയാണ് സോഷ്യൽ മീഡിയ വഴി നമുക്ക് സഹായിക്കാൻ പറ്റിയത്. എത്ര സ്ഥാപനങ്ങളാണ് നമ്മളുടെ സോഷ്യൽ മീഡിയയിലെ പ്രചരണത്തിലൂടെ ദീനീ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര മനുഷ്യരിലേക്കാണ് ഹിദായത്തിന്റെ വെളിച്ചം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എത്ര മനുഷ്യരിലേക്കാണ് നന്മയുടെ പ്രസരണം നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. എത്ര നല്ല കാര്യങ്ങൾ അതൊക്കെ ചെയ്യാൻ കഴിയും. ഞാൻ ഇത് പറയുന്നത് ഇന്നു മുതൽ നമ്മൾ സോഷ്യൽ മീഡിയ പൂട്ടിവെക്കണമെന്നും നാളെ മുതൽ നമ്മൾ ആരും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നല്ല, മറിച്ച് എല്ലാ മീഡിയക്കും ഉള്ളതുപോലെ പോസിറ്റീവും നെഗറ്റീവുമായ വശങ്ങൾ സോഷ്യൽ മീഡിയക്കും ഉണ്ട്. അതിനെ ഏറ്റവും ഫലപ്രദമായി, ഏറ്റവും ബോധപൂർവമായി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, തിന്മ നാട്ടിലില്ലാതിരിക്കുവാൻ വേണ്ടി, സമൂഹത്തിൽ ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു തീരുമാനമായിരിക്കട്ടെ ഈ പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്തിലെ ഏറ്റവും ആവേശപൂർണമായ ഈ ദിനരാത്രങ്ങളിൽ നമ്മൾ എടുക്കേണ്ട ഏറ്റവും സുചിന്തിതമായ തീരുമാനം. നമ്മുടെ ശരീരം, നമ്മുടെ നാവ്, നമ്മുടെ കണ്ണ്, നമ്മുടെ കൈകാലുകൾ നമ്മൾ ബോധപൂർവമാണ് ചലിപ്പിക്കുന്നത് എന്നതുപോലെ തന്നെ നമ്മുടെ ഒരു പുതിയ അവയവമായി മാറിക്കഴിഞ്ഞിട്ടുള്ള മൊബൈൽ ഫോണും, നമ്മുടെ ഒരു പുതിയ കൂടപ്പുറപ്പായി മാറിയിട്ടുള്ള സോഷ്യൽ മീഡിയയും അത് ഫലപ്രദമായി നല്ല കാര്യങ്ങൾക്ക്, പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾക്ക്, സമൂഹത്തിൽ ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗപ്പെടുത്തുകയുള്ളൂ എന്ന തീരുമാനം, അതാണ് ഈ കാലഘട്ടത്തിൽ ഒരു മുസ്ലിം എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞ എന്ന് മാത്രം എന്നോടും എൻ്റെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളും
സുഹൃത്തുക്കളോടും സഹോദരി സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധ റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞ് ആ റമദാനിലൂടെ നമ്മൾ ചെയ്തു കൂട്ടിയ ദാനധർമ്മങ്ങൾ, വ്രതാനുഷ്ഠാനങ്ങൾ, നമസ്കാരങ്ങൾ, ഖുർആൻ പാരായണം അടക്കമുള്ള എല്ലാ നന്മകളും വലിയ പ്രതിഫലത്തോടു കൂടി റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരി സഹോദരങ്ങൾ, പണ്ഡിതന്മാർ, ഉസ്താദുമാർ, അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ നമ്മൾ കാണിക്കുന്ന ഈ ഈമാനികമായ ആവേശം റമദാനിന് ശേഷവും ജീവിതാന്ത്യം വരെ തുടരാനുള്ള സന്മനസ്സും സൗഭാഗ്യവും സമയവും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.